മാസപ്പടി കേസിൽ ഇഡിയുടെ അന്വേഷണം മുൻ സർക്കാരിലേക്ക്. മൂന്നാം പിണറായി സർക്കാരിനെതിരെയാണ് അന്വേഷണം നടത്തുക. എക്സാലോജിക്കിന് മാസപ്പടി നൽകാൻ കാരണം എന്ത് എന്നതിലാണ് അന്വേഷണം. വീണയുടെ മറുപടിയിൽ പൊരുത്തക്കേടുണ്ടെന്നും ഇഡി കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നു. വീണയെ മൂന്നാം തവണയും ചോദ്യം ചെയ്യാനാണ് നീക്കം. അടുത്തയാഴ്ച വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ 10 മണിക്കൂറാണ് വീണയെ ഇഡി CMRL എക്സാലോജിക്ക് പണമിടപാട് കേസുമായി ബന്ധപ്പെട്ടുള്ള മാസപ്പടി കേസിൽ വീണ ടിയെ കഴിഞ്ഞ ദിവസം ഇഡി ചോദ്യം ചെയ്തപ്പോൾ 10 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം വ്യക്തതയില്ല എന്നുള്ളതാണ് ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാം വട്ട ചോദ്യം ചെയ്യലുണ്ടാവും. കഴിഞ്ഞ ദിവസം SFIOയിൽ നിന്നും ലഭിച്ചിട്ടുള്ള 132 ഡോക്യുമെന്റ്സ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി വീണ്ടും അടിയന്തരമായി വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. പക്ഷേ ചോദ്യം ചെയ്യലിന് ശേഷം വ്യക്തമാകുന്ന ഒരു കാര്യം, 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലാണ് CMRL എക്സാലോജിക്കും തമ്മിൽ പണമിടപാട് നടത്തിയത്. എന്തുകൊണ്ടാണ് CMRL ഇത്രയധികം വഴിവിട്ട ഇടപാടുകൾ എക്സാലോജിക്കുമായി നടത്തിയത്? IT സേവനങ്ങൾ നൽകിയെന്ന് പറയുമ്പോഴും ആ സേവനങ്ങളുടെ വിശദാംശങ്ങൾ നൽകാൻ CMRLനോ അതല്ലെങ്കിൽ എക്സാലോജിക്കിനോ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. വീണ ടിയിൽ നിന്നും ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനും വ്യക്തതയില്ല എന്നും ഇഡി വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ചോദ്യം ചെയ്യണം. പക്ഷേ ചോദ്യങ്ങൾ നീളുന്നത് ഇനി ഒന്നാം പിണറായി സർക്കാരിലേക്കാണ്. 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന പണമിടപാടുകൾ CMRLന് എന്ത് വഴിവിട്ട സാഹചര്യമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്? അതല്ലെങ്കിൽ സർക്കാരും CMRLനും തമ്മിൽ എന്ത് ഇടപാടുകളാണ് ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാം പിണറായി സർക്കാരിനെ കൂടിയും ആ ഇടപാടുകളും സർക്കാർ ഇടപാടുകളും CMRLുമായി നടത്തിയിട്ടുള്ള ഇടപാടുകളും ചോദ്യം ചെയ്യപ്പെടും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.